ഹായ് ഡിയേഴ്സ്, നമ്മൾ ഇന്ന് സിറ്റുവേറ്റിംഗ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ എന്ന സബ്ജക്റ്റിലെ ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പാർട്ടീഷനാണ് യൂണിറ്റ് നെയിം. അതിലെന്താണ് മെയിനായിട്ട് പറയുന്നത്? ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെയും തുടർന്നുണ്ടായിട്ടുള്ള വിഭജനത്തെയും കുറിച്ചാണ്. 1947 എന്നത് നമ്മുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർഷമാണ് അല്ലേ? ഒരു വശത്ത് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നുള്ള മോചനത്തിൻ്റെ സന്തോഷമാണെങ്കിൽ മറുവശത്ത് എന്തായിരുന്നു? രാജ്യം രണ്ടായി വിഭജിക്കപ്പെട്ടതിൻ്റെ സങ്കടം നിറഞ്ഞൊരു കാലഘട്ടമായിരുന്നു അതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഈ ഒരു ജേണി എവിടെ നിന്നാണ് തുടങ്ങിയത് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമ്മുടെ ചരിത്രത്തിൽ വന്ന ഒരു വലിയ പ്രശ്നമാണ് വർഗീയത അഥവാ കമ്മ്യൂണലിസം. എന്താണ് ഈ വർഗീയത? ലളിതമായി പറയുകയാണെങ്കിൽ നമ്മളെല്ലാവരും മനുഷ്യരാണ് അല്ലേ? ഇന്ത്യക്കാരാണ് എന്ന ചിന്തയ്ക്ക് പകരം എൻ്റെ മതം മാത്രമാണ് വലുത്, മറ്റുള്ളവർ എനിക്ക് ശത്രുക്കളാണ് എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയാണിത്. ഇതൊരു പഴയ സംഗതിയൊന്നുമല്ല, നമ്മുടെ ആധുനിക കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു മാറ്റമാണ്. നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കൂ. നമ്മുടെ ഒരേ ക്ലാസ്സിൽ പല മതത്തിൽപ്പെട്ട കുട്ടികളുണ്ടാവും അല്ലേ? നമ്മൾ ഒരേ ബെഞ്ചിലിരുന്ന് ഫുഡ് ഷെയർ ചെയ്ത് കഴിക്കാറുണ്ട് അല്ലേ? അന്ന് ഇങ്ങനെ ഒരു വേർതിരിവ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആ ഒരു മൊമെൻ്റ് അത്രയും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുമായിരുന്നോ? ഇല്ലല്ലേ? പക്ഷേ ഈ ഒരു ചിന്താഗതി ഇല്ലാതെ ഒരു തെറ്റായ ചിന്ത നമ്മുടെ രാജ്യത്ത് വളർന്നു വന്നത് കാരണം വലിയൊരു ദുരന്തം സംഭവിക്കുകയാണ്. അതാണ് ഇന്ത്യയുടെ വിഭജനം. ഒരേ വീട്ടിൽ കഴിഞ്ഞിരുന്ന സഹോദരങ്ങൾ പിരിയുന്നത് പോലെ ഇന്ത്യ രണ്ടായി മുറിഞ്ഞു പോവാണ്. ചരിത്രകാരന്മാർ ഇതിനെ ഒരു തെറ്റായ ബോധം അല്ലെങ്കിൽ ഫോൾസ് കോൺഷ്യസ്നെസ് എന്നാണ് വിളിക്കുന്നത്. അതായത് യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും ഒന്നാണെന്ന സത്യം മറന്നുപോയിട്ട് ആരോ പറഞ്ഞു പഠിപ്പിച്ച തെറ്റായ കാര്യങ്ങൾ വിശ്വസിക്കുന്ന അവസ്ഥ. നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്നതിന് പകരം സ്വന്തം മതത്തെ മാത്രം സ്നേഹിക്കുകയും മറ്റുള്ളവരെ വെറുക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥ ദേശസ്നേഹം അവിടെ ഇല്ലാതാകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, വർഗീയത ഒരു തെറ്റായ ചിന്താഗതിയാണ് എന്നുള്ളത്. പ്രശസ്ത ചരിത്രകാരനായ ബിപിൻ ചന്ദ്ര എങ്ങനെയാണ് നമ്മളിലേക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നത് എന്ന് നോക്കാം. 3 കാര്യങ്ങളാണ് അദ്ദേഹം പ്രധാനമായിട്ടും പറയുന്നത്. കോമൺ ഇൻട്രസ്റ്റ്, ഒന്നാമത്തെ കാര്യമാണ് കോമൺ ഇൻട്രസ്റ്റ്. ഒരു മതത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ഒരേ ആവശ്യങ്ങളും ഒരേ താല്പര്യങ്ങളാണുള്ളത് എന്ന് ചിലർ വിശ്വസിക്കാൻ തുടങ്ങുകയാണ്. അതായത് ഒരേ ദൈവത്തെ വിളിക്കുന്നവർ ഒരേ രാഷ്ട്രീയവും ഒരേ സാമ്പത്തിക പ്രശ്നങ്ങളുമാണെന്ന് അവർ ചിന്തിക്കുന്നു. സത്യത്തിൽ അങ്ങനെയാണോ? ഒരു കർഷകന്റെ പ്രശ്നം അയാളുടെ മതമാണോ അതോ കൃഷിയാണോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. രണ്ടാമത്തതാണ് ഡിസിമിലർ ഇൻട്രസ്റ്റ്. ഇവിടെ എത്തുമ്പോൾ ചിന്ത കുറച്ചുകൂടി മാറാണ്. എൻ്റെ മതത്തിലുള്ളവരുടെ ആവശ്യങ്ങളല്ല മറ്റൊരു മതത്തിൽ വിശ്വസിക്കുന്നവരുടേത് എന്ന് ഇവർ കരുതാൻ തുടങ്ങുന്നു. അതായത് നമ്മൾ വെവ്വേറെ ഗ്രൂപ്പുകളാണെന്നും നമ്മുടെ താല്പര്യങ്ങൾ തമ്മിൽ ബന്ധമില്ലെന്നും ഒരു അകലം ഉണ്ടാക്കിയെടുക്കുകയാണ്. മൂന്നാമത്തെ ഘട്ടമാണ് മ്യൂച്വൽ ഹോസ്റ്റിലിറ്റി. ഇതാണ് ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു സ്റ്റേജ്. ഇവിടെ എത്തുമ്പോൾ ആളുകൾ ചിന്തിക്കുന്നത് മറ്റൊരു മതക്കാരൻ്റെ വളർച്ച എൻ്റെ തളർച്ചയാണ് എന്നാണ്. അതായത് ഒരു മതം വളരണമെങ്കിൽ മറ്റേ മതം ഇല്ലാതാകണം എന്ന ഒരു ശത്രുത മനസ്സിനുള്ളിൽ വെച്ചുകൊണ്ട് പെരുമാറുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ഗാർഡനിൽ റോസാപ്പൂവും മുല്ലപ്പൂവും ഒരുമിച്ച് നിൽക്കുന്നത് കൊണ്ടാണ് ആ ഗാർഡൻ അത്രയും ഭംഗിയില്ലേ? പക്ഷേ റോസാപ്പൂ വിരിഞ്ഞു എന്ന് വെച്ചിട്ട് മുല്ലപ്പൂവിന് വാടേണ്ട കാര്യമൊന്നുമില്ല. അതുപോലെ തന്നെയാണ് മനുഷ്യരും. പക്ഷേ ഈ ഒരു ശത്രുതയാണ് വർഗീയതയായിട്ട് മാറുന്നത്. ഈ 3 കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വന്നാൽ അത് രാജ്യത്തിൻ്റെ സമാധാനം കളയും. ഇതെങ്ങനെയാണ് നമ്മുടെ നാടിനെ ബാധിച്ചത് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടെ നോക്കാം. വർഗീയത എന്നൊരു ടോക്സിസിറ്റി പെട്ടെന്നൊരു ദിവസം ഉണ്ടായിട്ടുള്ളതല്ല. അതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് 3 ഘട്ടങ്ങളിലായിട്ട് നമ്മുടെ സമൂഹത്തിൽ പടർന്നു വന്നിട്ടുള്ളതാണ്. അതൊന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റേജിൽ എന്താണ് പറയുന്നത്? ആദ്യം ആളുകൾ വിചാരിച്ചു നമ്മൾ ഒരേ മതം വിശ്വസിക്കുന്നവരായതുകൊണ്ട് നമ്മുടെ ലാഭവും നഷ്ടവും ഒക്കെ ഒന്നാണ് എന്നുള്ളത്. അതായത് ഒരേ പ്രാർത്ഥന ചൊല്ലുന്നവർക്കെല്ലാം ഒരേ ജീവിത പ്രശ്നങ്ങളാണെന്ന ഒരു ലളിതമായിട്ടുള്ള വിശ്വാസം. ഇതായിരുന്നു തുടക്കം. രണ്ടാമത്തെ ഘട്ടം ലിബറൽ കമ്മ്യൂണലിസം ആണ്. ഇവിടെ എത്തുമ്പോൾ ചിന്താഗതി കുറച്ചുകൂടി ഗൗരവമുള്ളതാകാണ്. വിവിധ മതക്കാർക്ക് വ്യത്യസ്ത താല്പര്യങ്ങളാണുള്ളത്, പക്ഷേ നമുക്ക് വിട്ടുവീഴ്ച ചെയ്ത് ഒന്നിച്ചു പോകാം എന്ന് ഇവർ കരുതി. അതായത് നമ്മൾ തമ്മിൽ വ്യത്യാസങ്ങളുണ്ട് എങ്കിലും തമ്മിൽ തല്ലാതെ കഴിയാം എന്നൊരു തോന്നൽ. ഇതിനെയാണ് ലിബറൽ കമ്മ്യൂണലിസം എന്ന് പറയുന്നത്. ലാസ്റ്റ് സ്റ്റേജാണ് എക്സ്ട്രീം കമ്മ്യൂണലിസം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതാണ് ഏറ്റവും അപകടകരമായിട്ടുള്ളൊരു ഘട്ടം. ഇവിടെ എത്തുമ്പോൾ സമാധാനത്തിൻ്റെ എല്ലാ വഴികളും അടയാണ്.
നമുക്ക് ഒരിക്കലും ഒന്നിച്ചു പോകാൻ കഴിയില്ല. നമ്മൾ തമ്മിൽ ശത്രുക്കളാണ് എന്ന ചിന്ത വരാണ്. സംസാരിക്കുമ്പോൾ പോലും ദേഷ്യവും വെറുപ്പും നിറഞ്ഞ വാക്കുകൾ വരുന്നു. ഇതിന്റെ ഫലമായിട്ടാണ് ടു നേഷൻ തിയറി അഥവാ ദ്വിരാഷ്ട്രവാദം ഉണ്ടായിട്ടുള്ളത്. അതായത് ഇന്ത്യയും പാകിസ്ഥാനും എന്നിങ്ങനെ 2 രാജ്യങ്ങൾ വേണം എന്നുള്ള വാദം. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരേ മണ്ണിൽ ഒരുമിച്ച് വളർന്നവരെങ്ങനെയായിരിക്കും പെട്ടെന്ന് ശത്രുക്കളായിട്ട് മാറിയിട്ടുണ്ടാവുക? എത്ര സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ? നമ്മുടെ ഈ ഒരുമ നഷ്ടപ്പെടാൻ കാരണമായിട്ടുള്ള ഈ വഴികളെക്കുറിച്ച് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇതുവരെ വർഗീയതയുടെ ഘട്ടങ്ങളെ കുറിച്ചാണല്ലേ പറഞ്ഞത്. ഇനി എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇത് ഇത്രയധികം വളർന്നത് എന്ന് നോക്കാം. പലരും വിചാരിക്കുന്നത് ഇത് വെറും ഒരു മതപരമായിട്ടുള്ള തർക്കമാണെന്നാണ്, അല്ലെങ്കിൽ ഇതൊരു ക്ലാഷ് ഓഫ് കൾച്ചേഴ്സ്, സംസ്കാരങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണെന്ന് ചിലർ തെറ്റായി പറയാറുണ്ട്. പക്ഷേ സത്യം അതല്ല. ഇതിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് അറിയോ? ഇതൊരു സ്ട്രഗിൾ ഫോർ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ ആണ്. അതായത് അധികാരവും ആനുകൂല്യങ്ങളും എങ്ങനെയൊക്കെ വിഭജിക്കണം എന്നതിനെ ചൊല്ലിയുള്ള ഒരു പോരാട്ടം. ഒരു ക്ലാസ്സിൽ ലീഡർ ആകാൻ വേണ്ടി കുട്ടികൾ തമ്മിൽ മത്സരിക്കാറുണ്ടല്ലേ. അതുപോലെ രാജ്യത്തിന്റെ ഭരണത്തിലും ജോലിയിലുമൊക്കെ തങ്ങളുടെ ആളുകൾക്ക് കൂടുതൽ സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ട് ചിലർ മതത്തെ ഒരു ആയുധമായിട്ട് ഉപയോഗിക്കുകയാണ്. അതുകൊണ്ട് വർഗീയതയെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ അവിടുത്തെ എക്കണോമിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ ഫ്രെയിം വർക്ക് കൂടി പരിശോധിക്കണം. അതായത് സാമ്പത്തികവും രാഷ്ട്രീയവുമായിട്ടുള്ള സാഹചര്യങ്ങൾ. ഒരു വശത്ത് ജോലിയില്ലായ്മയും ദാരിദ്ര്യവും കൂടുമ്പോൾ ആളുകളുടെ ആ വിഷമത്തെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് മതപരമായ ശത്രുതയാക്കി മാറ്റാൻ ചിലർ ശ്രമിക്കും. അങ്ങനെയാണ് വെറും മതപരമായ വിശ്വാസങ്ങൾ വലിയ പൊളിറ്റിക്കൽ റിവാലറി അഥവാ രാഷ്ട്രീയ വൈരാഗ്യമായിട്ട് മാറുന്നത്. ഒന്ന് ആലോചിക്കാം, വിശന്നിരിക്കുന്ന ഒരാൾക്ക് വേണ്ടത് ഭക്ഷണമാണോ അതോ മതമാണോ? ഭക്ഷണമാണ് അല്ലേ. പക്ഷെ ആ ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തെ മതത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമായി മാറ്റുന്നതാണ് ഇവിടുത്തെ ഒരു സ്ട്രാറ്റർജി. ഇത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അധികാരത്തിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു പ്ലേ എങ്ങനെയാണ് സാധാരണക്കാരുടെ ജീവിതത്തെ ബാധിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, വർഗീയതയ്ക്ക് പിന്നിൽ സാമ്പത്തികമായിട്ടുള്ള കാരണങ്ങളുണ്ട് എന്ന്. അതെന്താണ് എന്ന് കുറച്ചുകൂടി ഡീപ്പായിട്ട് നോക്കാം. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന കാലത്ത് നമ്മുടെ സമ്പദ് വ്യവസ്ഥ വളരെ മോശമായിരുന്നു. ഇതിനെയാണ് നമ്മൾ കൊളോണിയൽ എക്കോണമി എന്ന് വിളിക്കുന്നത്. ബ്രിട്ടീഷുകാർ നമ്മുടെ നാട്ടിലെ സമ്പത്ത് കൊള്ളയടിച്ചത് കാരണം ഇവിടെ പുതിയ തൊഴിലവസരങ്ങളോ പുരോഗതിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു തരം സ്റ്റാഗ്നേഷൻ അഥവാ കെട്ടിക്കിടക്കുന്ന അവസ്ഥയായിരുന്നു അത്. ഇനി നിങ്ങളുടെ ക്ലാസ്സിൽ 50 കുട്ടികളുണ്ട് എന്ന് വിചാരിക്കാം. പക്ഷെ ആകെ 5 മിഠായികളും ഉള്ളൂ. അപ്പോൾ ആ മിഠായിക്ക് വേണ്ടി വലിയ മത്സരം ഉണ്ടാകും അല്ലേ? അതുപോലെ അന്നത്തെ ഇന്ത്യയിലെ അവസ്ഥയും അങ്ങനെ തന്നെയായിരുന്നു. ജോലികളും അവസരങ്ങളും വളരെ കുറവ്. എന്നാൽ അതിനായിട്ട് മത്സരിക്കാൻ ഒരുപാട് ആളുകൾ. ഇവിടെയാണ് മിഡിൽ ക്ലാസ് ക്വസ്റ്റ്യൻ വരുന്നത്. ഈ വർഗീയത പ്രധാനമായിട്ടും ബാധിച്ചത് മധ്യവർഗത്തിൽപ്പെട്ട ആളുകളെയായിരുന്നു. കാരണം അവർക്കായിരുന്നു സർക്കാർ ജോലികളും മറ്റ് ആനുകൂല്യങ്ങളും അത്യാവശ്യമായിരുന്നത്. ഈ കുറഞ്ഞ അവസരങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവർ മതത്തെ ഒരു വഴിയായി കാണുകയാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യമുണ്ട്, ഇത് മതങ്ങൾ തമ്മിലുള്ള പ്രശ്നമായിരുന്നില്ല, മറിച്ച് മെറ്റീരിയൽ ഇൻട്രസ്റ്റ് അഥവാ ഭൗതികമായ ലാഭങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമായിരുന്നു എന്നതാണ്. മിഠായിക്ക് വേണ്ടി തല്ലുകൂടുമ്പോൾ നമ്മൾ പരസ്പരം ചീത്ത വിളിക്കുന്നത് പോലെ ജോലിക്കും അധികാരത്തിനും വേണ്ടിയിട്ടുള്ള ഒരു മത്സരമാണ് വർഗീയത വളരാനുള്ള പ്രധാന കാരണമായത്. അപ്പോൾ സത്യത്തിൽ മതം ഇവിടെ ഒരു മറ മാത്രമായിരുന്നു അല്ലേ. യഥാർത്ഥ പ്രശ്നം സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളായിരുന്നു. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതിലേക്ക് പോവാം. ചരിത്രത്തിലെ മറ്റൊരു പ്രധാന കാര്യം കൂടി സംഭവിച്ചു. അന്നത്തെ ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങൾ സാമ്പത്തികമായിട്ട് എങ്ങനെയാണ് മുന്നേറിയത് എന്നതിലും വലിയ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. അതിനെയാണ് നമ്മൾ ദ ലാഗ് അഥവാ വളർച്ചയിലുണ്ടായ ഒരു വിടവ് എന്ന് വിളിക്കുന്നത്. എന്തായിരുന്നു ആ വിടവ്? ഒന്നാമതായിട്ട് അന്ന് മുസ്ലിം സമൂഹത്തിലെ ഉയർന്ന വിഭാഗം കൂടുതൽ താല്പര്യം കാണിച്ചത് പഴയ രീതിയിലുള്ള സുഖ സൗകര്യങ്ങളിലും കൃഷിഭൂമിയിൽ നിന്നുള്ള വരുമാനത്തിലായിരുന്നു. അതായത് ഒരു ഫ്യൂഡൽ ലൈഫ് സ്റ്റൈലാണ്. പുതിയ കാലത്തെ ബിസിനസ് രീതികളോടും വ്യവസായങ്ങളോടും അവർക്ക് വലിയ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ അതേസമയം മറ്റു ചില വിഭാഗങ്ങൾ, പ്രത്യേകിച്ച് ഹിന്ദുക്കളിലെ ചില ജാതികൾ പുതിയ സാമ്പത്തിക സാഹചര്യങ്ങളോട് വളരെ വേഗത്തിൽ പൊരുത്തപ്പെട്ടു. അവർ ട്രേഡ്, മണി ലെൻഡിങ്, ബാങ്കിങ് തുടങ്ങിയ മേഖലകളിൽ പെട്ടെന്ന് മുന്നേറി. ഇത് കാരണം എന്ത് സംഭവിച്ചു? പണം കടം കൊടുക്കുന്നവർ വലിയ സ്വാധീനമുള്ളവരായിട്ട് മാറി. പലപ്പോഴും മുസ്ലിം ഭൂവുടമകളുടെ കയ്യിൽ നിന്ന് സ്വത്തുക്കൾ പണം കടം കൊടുക്കുന്നവർക്ക് കൈമാറേണ്ടി വന്നു.
തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന അധികാരവും സമ്പത്തും നഷ്ടപ്പെട്ടു എന്ന തോന്നല് അവരിൽ വലിയ നിരാശയുണ്ടാക്കാണ്. ഇനി ഈ കാര്യം ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരേ ക്ലാസ്സിലെ 2 കുട്ടികള്, ഒരാള് പുതിയ കാര്യങ്ങള് പഠിച്ച് മുന്നേറാണ്, മറ്റേയാള് പഴയ രീതിയിൽ തന്നെ തുടരുന്നു. അപ്പൊ പിന്നിലായി പോയ ആൾക്കൊരു സങ്കടം തോന്നൂലേ? ആ സങ്കടത്തെയും സന്തോഷത്തെയും ചിലര് മതപരമായ പ്രശ്നമായിട്ട് വ്യാഖ്യാനിച്ചു. അങ്ങനെയാണ് ഈ സാമ്പത്തിക വിടവ് പതുക്കെ ഒരു രാഷ്ട്രീയ പ്രശ്നമായിട്ട് മാറാൻ തുടങ്ങിയത്. ഇത് മനസ്സിലാക്കാൻ എളുപ്പമാണല്ലേ? ഇനി ബ്രിട്ടീഷുകാര് ഇതിൽ എങ്ങനെയാണ് ഇടപെട്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു രാജ്യം വളരണമെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് എന്താണ്? വിദ്യാഭ്യാസമാണ് അല്ലേ? എന്നാൽ അന്നത്തെ കാലത്ത് ഈ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഒരു വലിയ വിടവ് അഥവാ എഡ്യൂക്കേഷണൽ ഗ്യാപ്പ് ഉണ്ടായി. അന്ന് മുസ്ലിം സമുദായത്തിലെ ചില മത നേതാക്കള് ഇംഗ്ലീഷ് പഠിക്കുന്നതിനെയും പാശ്ചാത്യ വിദ്യാഭ്യാസത്തെയും ആദ്യം പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. ഇതവർക്ക് വലിയൊരു തിരിച്ചടിയായി മാറുകയാണ്. എന്നാൽ അതേസമയം മറ്റു വിഭാഗങ്ങൾ വളരെ നേരത്തെ തന്നെ ഇംഗ്ലീഷ് പഠിക്കുകയും പുതിയ കാലത്തെ വിദ്യാഭ്യാസ രീതികൾ സ്വീകരിക്കുകയും ചെയ്തു. ഇതിന്റെ ഗുണം എന്താണെന്നറിയോ? പഠിച്ച് മിടുക്കരായ ഇവർക്ക് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കീഴിലുള്ള വലിയ ജോലികൾ എളുപ്പത്തിൽ ലഭിച്ചു. അങ്ങനെ ഭരണരംഗത്ത് ഒരു വിഭാഗത്തിന്റെ വലിയ സ്വാധീനമുണ്ടായി. നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. ഒരു വലിയ ക്യൂ നിൽക്കുകയാണെന്ന് വിചാരിക്കുക. നമ്മൾ വൈകി വന്നത് കൊണ്ട് ആ ക്യൂവിൻ്റെ ഏറ്റവും പിറകിലായി പോയില്ലേ? അപ്പോൾ നമുക്ക് എന്ത് തോന്നും? ഒരു വലിയ നിരാശ തോന്നും അല്ലേ? ഇത് തന്നെയാണ് മുസ്ലിം മധ്യവർഗത്തിനും സംഭവിച്ചത്. സർക്കാർ ജോലികളിലും ഭരണത്തിലും തങ്ങൾ പിന്തള്ളപ്പെട്ടു പോയത് അവരിൽ വലിയ മാനസിക വിഷമം ഉണ്ടാക്കി. ഇതിനെയാണ് പൊളിറ്റിക്കൽ വൈൽഡർനെസ് എന്ന് പറയുന്നത്. അതായത് ഞങ്ങളെ ആരും നോക്കാനില്ല, ഞങ്ങൾ ഒറ്റപ്പെട്ടു പോയി എന്നൊരു തോന്നൽ. ഈ നിരാശയും ദേഷ്യവുമാണ് പതുക്കെ നമുക്ക് മറ്റൊരു രാജ്യം വേണമെന്ന ചിന്തയിലേക്ക് അവരെ എത്തിച്ചത്. പഠനവും ജോലിയും എങ്ങനെയാണ് ഒരു രാജ്യത്തിന്റെ ചരിത്രത്തെ മാറ്റിമറിച്ചത് എന്ന് ഇപ്പം മനസ്സിലായില്ലേ? ഇനി അടുത്തതായി നമുക്ക് ഇതിൽ ബ്രിട്ടീഷുകാരുടെ പങ്ക് എന്താണ് എന്നുള്ളത് നോക്കാം. നമ്മൾ ഇതുവരെ സാമ്പത്തികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള കാരണങ്ങളെ കുറിച്ച് പറഞ്ഞു അല്ലേ? ഇനി ഈ വർഗീയതയെ ഒരു ആയുധമാക്കി കയ്യിലെടുത്തത് ആരൊക്കെയാണ് എന്നുള്ളതും നോക്കാം. ഇതിനെയാണ് പൊളിറ്റിക്കൽ മൊബിലൈസേഷൻ എന്ന് വിളിക്കുന്നത്. സത്യത്തിൽ സാധാരണക്കാരായ പാവപ്പെട്ട മനുഷ്യരായിരുന്നില്ല ഇതിന് പിന്നില്, മറിച്ച് സമൂഹത്തിലെ ഉയർന്ന സ്ഥാനങ്ങളിൽ ഇരുന്നിരുന്ന ചിലരായിരുന്നു. പ്രധാനമായിട്ടും 3 കൂട്ടരാണ് ഇതിൽ വരുന്നത്. സെമി ഫ്യൂഡൽ ലാൻഡ് ലോഡ്സ്, അതായത് വലിയ ഭൂ ഉടമകള്; എക്സ് ബ്യൂറോക്രാറ്റ്സ്, മുൻപ് ഉയർന്ന സർക്കാർ ഉദ്യോഗസ്ഥരായിരുന്നവര്; മെർച്ചൻസ്, വലിയ കച്ചവടക്കാര്. ഇവരെന്തിനാണ് വർഗീയത ഉപയോഗിച്ചത് എന്നറിയോ? ഇവർക്ക് തങ്ങളുടെ പദവിയും അധികാരവും നഷ്ടപ്പെടുമോ എന്നൊരു പേടി ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകുമ്പോൾ പുതിയൊരു ഭരണം വരുമല്ലോ. ആ സമയത്ത് ഭൂരിപക്ഷമായ ഹിന്ദുക്കൾ തങ്ങളെ അടിച്ചമർത്തുമോ എന്നൊരു ഭയം ഇവർക്കിടയിൽ ചിലർ പരത്തിവിടുകയാണ്. ഇതിനെയാണ് ആങ്സൈറ്റീസ് റിഗാർഡിങ് ഹിന്ദു ഡൊമിനേഷൻ എന്ന് പറയുന്നത്. നമ്മൾ വേറൊരു കാര്യം ആലോചിച്ച് നോക്കാം. ഒരു വലിയ പ്ലേ ഗ്രൗണ്ടിൽ കുറച്ച് കുട്ടികൾ മാത്രം കളി നിയന്ത്രിക്കുമെന്ന് മറ്റുള്ളവർക്ക് പേടി തോന്നിയാൽ അവരെന്ത് ചെയ്യും? എങ്കിൽ ഞങ്ങൾക്ക് കളിക്കാൻ വേറെ സ്ഥലം വേണം എന്നവർ പറയൂലേ? അതുപോലെ തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. ഈ പേടിയും ആശങ്കയും കാരണം ഞങ്ങൾക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ ഒരു പ്രത്യേക രാജ്യം വേണം എന്ന ആവശ്യം അവർ മുന്നോട്ട് വെക്കുകയാണ്. സാധാരണക്കാരുടെ മനസ്സിലേക്ക് ഈ ഒരു പേടി കുത്തിവെച്ചാണ് അവർ രാഷ്ട്രീയം കളിച്ചത്. ഇതൊരു ചെറിയ തമാശ പോലെയുള്ള ഇതൊന്നും ആയിരുന്നില്ല, മറിച്ച് ഇന്ത്യയുടെ ഭാവിയെ തന്നെ മാറ്റിമറിച്ച വലിയൊരു നീക്കമായിരുന്നു. ഇനി നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെ ചരിത്രകാരന്മാരായിട്ടുള്ള AR ദേശായിയും RP ദത്തും എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവരുടെ നിരീക്ഷണങ്ങൾ വളരെ കൃത്യമാണ്. ആദ്യം നമുക്ക് AR ദേശായി പറയുന്നത് എന്താന്ന് നോക്കാം. അദ്ദേഹം പറയുന്നത് മുസ്ലിം സമുദായത്തിലെ ബുദ്ധിജീവികളും ബിസിനസ്സുകാരും ഹിന്ദു സമുദായത്തിലുള്ളവരെക്കാൾ കുറച്ച് വൈകിയാണ് വളർന്നു വന്നിട്ടുള്ളത് എന്നാണ്. ഒരു ഓട്ടമത്സരം തുടങ്ങി കഴിഞ്ഞിട്ട് കുറച്ച് വൈകി ഒരാൾ ഓടാൻ തുടങ്ങിയാൽ അയാൾക്ക് ജയിക്കാൻ കുറച്ചുകൂടി കഷ്ടപ്പെടേണ്ടി വരും അല്ലേ? അതുപോലെ ഈ വൈകി വന്നവർക്ക് കച്ചവടത്തിലും ജോലികളിലും മത്സരിച്ച് ജയിക്കാൻ വലിയ ജനപിന്തുണ ആവശ്യമായിരുന്നു. അതുകൊണ്ട് തങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ അവർ മതത്തെ ഒരു വഴിയാക്കി മാറ്റി. ഇനി നമുക്ക് RP ദത്ത് പറയുന്നത് എന്താണ് എന്നുള്ളത് നോക്കാം. അദ്ദേഹം പറയുന്നത് വളരെ ലളിതമായിട്ടുള്ള ഒരു കാര്യമാണ്. പുറമേക്ക് കാണുന്ന ഈ വർഗീയ ശത്രുതയുടെ പിന്നിൽ യഥാർത്ഥത്തിൽ സാമൂഹിക
സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള ചോദ്യങ്ങളാണുള്ളത്. അതായത് ഇതൊരേ വർഗത്തിൽപ്പെട്ട ആളുകൾ തമ്മിലുള്ള മത്സരമായിരുന്നു. ഒരു പാവപ്പെട്ട മുസ്ലിമും പാവപ്പെട്ട ഹിന്ദുവും തമ്മിലായിരുന്നില്ല ഈ ഒരു തല്ല്. മറിച്ച് ഉയർന്ന സ്ഥാനങ്ങൾക്കും ജോലികൾക്കും വേണ്ടി ഒരേ നിലയിലുള്ള ആളുകൾ തമ്മിൽ നടത്തിയ ഒരു മത്സരമായിരുന്നു ഇത്. പക്ഷേ അവർ ഇതിലേക്ക് സാധാരണക്കാരെ കൂടി വലിച്ചിഴച്ചു എന്നതാണ് സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? വർഗീയത എന്നത് വെറും മതങ്ങൾ തമ്മിലുള്ള വഴക്കല്ല, മറിച്ച് അധികാരത്തിനും പണത്തിനും വേണ്ടിയിട്ടുള്ള ഒരു വലിയ മത്സരത്തിന്റെ ഭാഗമായിരുന്നു എന്ന് വ്യക്തമായില്ലേ? രണ്ട് കാഴ്ചപ്പാടും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഭാഗത്ത് എന്താണ്? 1880 എന്ന് പറയുന്നത് നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ് അല്ലേ? കാരണം ആ സമയത്താണ് ഇന്ത്യക്കാരുടെ മനസ്സിൽ ദേശസ്നേഹം അഥവാ നാഷണലിസം ആവേശമായിട്ട് പടരാൻ തുടങ്ങിയത്. എന്നാൽ ഇവിടെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി. ഹിന്ദുക്കളിലെ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ ഈ ദേശീയ പ്രസ്ഥാനങ്ങളിൽ സജീവമായപ്പോൾ മുസ്ലിം സമുദായത്തിലെ വലിയൊരു വിഭാഗം അതിൽ നിന്നും കുറച്ച് മാറി നിൽക്കാൻ തീരുമാനിച്ചു. എന്തുകൊണ്ടായിരിക്കും അവർ അങ്ങനെ ചെയ്തത്? നമുക്ക് അന്നത്തെ ചില സംഘടനകളെ കുറിച്ച് ഒന്ന് നോക്കാം. 1863 നവാബ് അബ്ദുൾ ലത്തീഫ് മുഹമ്മദൻ ലിറ്റററി ആൻഡ് സയന്റിഫിക് സൊസൈറ്റി എന്നൊരു സംഘടന ഉണ്ടാക്കി. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം മുസ്ലിങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുക എന്നായിരുന്നു അവരുടെ ലക്ഷ്യം. രണ്ടാമത് 1878 സയ്യിദ് അമീർ അലി നാഷണൽ മുഹമ്മദൻ അസോസിയേഷൻ തുടങ്ങുകയും മുസ്ലിങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും ചെയ്തു. പക്ഷെ അവരുടെ ഒരു പ്രധാന നയം ബ്രിട്ടീഷ് ഭരണത്തോട് വിശ്വസ്തത കാണിക്കുക എന്നുള്ളതായിരുന്നു. ഇവിടെയാണ് ആ ഒരു കഥ മാറുന്നത്. അമീർ അലിയെ പോലെയുള്ള നേതാക്കൾ അക്കാലത്തെ വലിയ സംഘടനയായിട്ടുള്ള ഇന്ത്യൻ അസോസിയേഷനിൽ ചേരാൻ വിസമ്മതിച്ചു. ഇതിന് കാരണമായിട്ട് അവർ പറഞ്ഞത് ഹിന്ദുക്കൾക്ക് ഭൂരിപക്ഷമുള്ള ഒരു ഭരണ സംവിധാനത്തിൽ മുസ്ലിങ്ങൾ അടിച്ചമർത്തപ്പെടുമോ എന്നുള്ള പേടിയായിരുന്നു. നമുക്ക് ഈ ഒരു വിടവാണ് പിന്നീട് ഇന്ത്യയുടെ വിഭജനത്തിലേക്കുള്ള ആദ്യത്തെ ഒരു ആണിക്കല്ലായിട്ട് മാറിയിട്ടുള്ളത്. ഒരുമിച്ച് നിൽക്കേണ്ടവർ തമ്മിൽ ഒരു അകലം വരാൻ തുടങ്ങിയത് ഇവിടെ മുതലാണ്. നമ്മളിന്ന് വർഗീയതയുടെ അല്ലെങ്കിൽ കമ്മ്യൂണലിസത്തിന്റെ റൂട്ട്സ് തേടിയുള്ള ഒരു ജേണിയിലായിരുന്നു അല്ലേ? ഈ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്? നമുക്ക് വേഗത്തിലൊന്ന് നോക്കാം. വർഗീയത എന്നത് വെറും ഒരു മതപരമായിട്ടുള്ള തർക്കമല്ലെന്നും അതിന് പിന്നിൽ സാമ്പത്തികവും രാഷ്ട്രീയവുമായ വലിയ കാര്യങ്ങളുണ്ടെന്നും നമ്മൾ കണ്ടു. പഠനത്തിലും ജോലിയിലും അധികാരത്തിലും ഒക്കെ പിന്നിലായി പോകുമോ എന്ന പേടിയും ആ പേടിയെ ചിലർ തങ്ങളുടെ സ്വാർത്ഥ ലാഭത്തിനായിട്ട് ഉപയോഗിച്ചതുമാണ് ഇന്ത്യയെ വിഭജനത്തിലേക്ക് നയിച്ചത് അല്ലേ? നമ്മൾ ഇന്ന് കണ്ട ചരിത്രത്തിലെ ഈ തെറ്റുകൾ തിരുത്താൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? മതത്തിന് മുകളിലും മനുഷ്യത്വത്തിന് സ്ഥാനം നൽകാൻ നമുക്ക് കഴിയൂലേ? ഇതിന്റെ ബാക്കി ഭാഗം, അതായത് പിന്നീട് എന്താണ് സംഭവിച്ചതെന്നും പാകിസ്ഥാൻ എന്ന രാജ്യം എങ്ങനെയാണ് രൂപപ്പെട്ടത് എന്നും നമുക്ക് അടുത്ത വീഡിയോയിൽ വിശദമായി കാണാം. ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഗ്രൂപ്പിലോ കമന്റ് ബോക്സിലോ ചോദിക്കാം.